ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കി. ഗുരുഭക്തിയുടെ കെട്ടുപാടിൽ നീതിയുടെ സത്യവാചകങ്ങൾ നിങ്ങൾ മറന്നപ്പോൾ അല്ലെങ്കിൽ വളച്ചൊടിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്ക് ലഭിക്കേണ്ട നീതിയാണ്. ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല. താൻ കൊണ്ടുപോയി നുണ നട്ടു നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. നുണയല്ല സാറേ, എന്നെ വിശ്വസിക്കേ. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗും അല്ല, ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. തനിക്ക് സംശയം തോന്നിയെങ്കിൽ പ്രഭാവതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവളോട് പറയാമായിരുന്നില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്. നിനക്ക് വിശ്വാസമില്ലേ? ഇല്ല, സത്യ. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാന് ആർക്കാ അവകാശമുള്ളത്? നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. അപ്പോഴേ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവർക്ക് പറ്റണ പണിയാണോ ഇത്? എന്താ ചേട്ടത്തി പറയാം. കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ അതാണായാലും പെണ്ണാലും ആർക്കും അവകാശമില്ല. അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഇതിലെന്താണ് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ? ആർക്കാണ് സൈക്കോളജിക്കൽ ഇഷ്യൂ? പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്നെ എന്നെ രക്ഷപ്പെടുത്തണം, ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വന്ന് എന്നെ പൊക്കും. അറിയാതെ അയാളൊന്ന് കൈതട്ടും, വേണമെന്നുണ്ടെങ്കിൽ ബാക്കോട്ട് ഇറങ്ങിയേക്കാം. നിങ്ങൾ അതേ സ്ഥലത്ത് നിന്നിട്ട് തിരിഞ്ഞു നിന്നു നേരെ, അതായത് ഇങ്ങനെ സൈഡിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് നിന്നു. അതെന്തിനായിരുന്നു? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. നിങ്ങൾ അവിടെ മനഃപൂർവ്വം വന്നിരുന്നാണെന്ന് ഞാൻ അങ്ങോട്ട് പറയാം. നെറിയട്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. സ്ത്രീ എന്ന് പറയുന്ന വർഗ്ഗം എങ്ങനെയാ ജയിക്കാൻ വേണ്ടി സ്വന്തം കുറ്റങ്ങൾ പോലും മറ്റുള്ളവർ തലേ കെട്ടിവെക്കും. ഇവർ ഈ ബസ്സിൽ വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ അവർ റിമൂവ് ചെയ്ത് എന്നിട്ട് അവരുടെ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നിട്ട് അയാളെ വീണ്ടും മോശക്കാരനാക്കി കാണിച്ചു. ഇവളൊക്കെ മുഖർച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു, അവൾ ഇങ്ങനെ കിടന്ന് തുള്ളുവോ? ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാം. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. അയാൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് ഉൾപ്പെടെ ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരോടും പിന്നെ ആ സൈക്കോളജി ചേച്ചികളുടെ കൂടി പറയണം, ആ മനുഷ്യൻ ഇന്നലെ ആത്മഹത്യ ചെയ്തു. ഒരു കഷ്ണം കയറിൽ ജീവിതവസാനിപ്പിക്കണം നമ്മൾ കാണേണ്ടി വന്നു. പ്രതികരിക്കരുത്, കാരണം മരിച്ചതൊരു പുരുഷനാണ്.